ബാച്ചിൽ 2018 Physics JEE Advanced Paper 2, question number 2. You can see that on the board. പിന്നെ ഞാനത് ചുമ്മാ ഒന്ന് വായിച്ചെന്ന് മാത്രം, നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യൻ വായിക്കാം. കൺസിഡർ എ തിൻ സ്ക്വയർ പ്ലേറ്റ് ഫ്ലോട്ടിംഗ് ഓൺ എ വിസ്കസ് ലിക്വിഡ് ഇൻ എ ലാർജ് ടാങ്ക്. ഈ IIT ക്വസ്റ്റ്യൻസിൽ ആ ഫ്രെയിമിംഗ് അല്ലേ സെന്റൻസിന്റെ, അത് വളരെ ക്രൂഷ്യലാണ്. കാരണം ആ ഒരു സെന്റൻസിൽ നമ്മൾ ഒരുപാട് ഐഡിയകൾ മനസ്സിലാക്കി എടുക്കണം. ഒരു ലാർജ് ടാങ്ക് ആണ്, ഒരു വിസ്കസ് ലിക്വിഡ് ഉണ്ട്, അതിലൊരു സ്ക്വയർ പ്ലേറ്റ് ഫ്ലോട്ടിംഗ് ആണ്. ഹൈറ്റ് എച്ച് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ടാങ്ക്. ഹൈറ്റ് എച്ച് എന്ന് പറയുമ്പോൾ പൊതുവെ പ്ലേറ്റിന്റെ ഹൈറ്റ് എന്നൊക്കെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാം. ഇത് ലിക്വിഡിന്റെ ഹൈറ്റ് ആണ്. ഈസ് മച്ച് ലെസ് ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ടാങ്ക്. അപ്പോൾ വലിയൊരു ടാങ്കിന്റെ അടിയിൽ ഒരു ഇത്തിരി വെള്ളം അല്ലെങ്കിൽ ഒരു ഇത്തിരി ഓയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ദ ഫ്ലോട്ടിംഗ് പ്ലേറ്റ് ഈസ് പുൾഡ് ഹൊറിസോണ്ടലി വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പൊ ഇങ്ങനെ ഒരു വിസ്കസ് ആയ ലിക്വിഡില്, തിക്കായ ഒരു ലിക്വിഡില് ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വെൻ യു ട്രൈ ടു പുൾ ഇറ്റ്, അതിന് ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു ഡ്രാഗ് ഉണ്ടാവും, വിസ്കസ് ഡ്രാഗ് ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്തിട്ട് വേണം ഇതിനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ അല്ലെ. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സസ് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, വിസ്കസ് ഫോഴ്സും ഉണ്ട്. അപ്ലൈഡ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു വിസ്കസ് ഫോഴ്സ്. ദാറ്റ് ഈസ് എ പിക്ചർ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ? ഓപ്ഷൻ വായിക്കാം. റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് ലിക്വിഡ് ഓൺ ദ പ്ലേറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എച്ച്. ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ് അല്ലേ, അത് എച്ചുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആവും? നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷനിൽ അങ്ങനെ കാണാറില്ല കേട്ടോ. ലിക്വിഡിന്റെ ഹൈറ്റ് ആയിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടേ ഇല്ല. നമുക്ക് പിന്നെ ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ന്യൂട്ടന്റെ ഇക്വേഷൻ ആണ് ഈറ്റ എ ഡി വി ബൈ ഡി എക്സ്. ഇതിലൊന്നും ലിക്വിഡിന്റെ ഹൈറ്റ് വരുന്നില്ല. ഈറ്റ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്. A area of contact ആണ്. dV by dx is called as a velocity gradient or the strain rate. Resistive force of the liquid on the plate is independent of the area of the plate. Independent of the area plate അല്ലല്ലോ. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. It depends on area of the plate. കാരണം ഈ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്ലേറ്റും ലിക്വിഡും തമ്മിലുള്ള കോണ്ടാക്ട് വരുന്ന ടാൻജൻഷ്യൽ ആ ഏരിയ. ഒന്ന് മനസ്സിലാക്കാൻ ഞാനിവിടെ ഒരു ഡയഗ്രാം പ്രസന്റ് ചെയ്യാം. You can see that liquid in height is negligible, small ആണ്. There is a plate moving with the velocity u0. Actually ഈ പ്ലേറ്റ് ഒരു ഇങ്ങനെ സ്ക്വയർ പ്ലേറ്റ് അല്ലേ, അപ്പൊ അതിനൊരു ഏരിയ ഉണ്ടാവും. ഇതിന്റെ അപ്പർ ഏരിയ തന്നെ ആയിരിക്കണം ലോവർ ഏരിയ. ആ ഏരിയ ആണ് നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. See, if it is moving to the right with the velocity u0, there will be resistive viscous force in the backward direction, and to overcome that you need to apply an applied force external. Only then constant velocity is possible. ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ. ഇനിയിപ്പോ സൊല്യൂഷൻ ഒന്നും ഇല്ല അതിൽ, ഈ ഇക്വേഷൻ മാത്രമേ ഉള്ളത്. പക്ഷെ ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഈസ് dV by dx. dV by dx is the velocity gradient in the liquid. ലിക്വിഡിലെ വെലോസിറ്റിയുടെ ഗ്രേഡിയന്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കുക. യു ലുക്ക് അറ്റ് ദ ലിക്വിഡ്. ലിക്വിഡിന്റെ ലോവർ, ഇതാണ് ലിക്വിഡിന്റെ തിൻ ഫിലിം, അതിന്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഇത് ലോവർ പോയിന്റ് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടച്ചിങ് ദ കണ്ടെയ്നർ, ബോട്ടം കണ്ടെയ്നർ, വേർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇറ്റ്സ് നോട്ട് മൂവിങ്. ആൻഡ് ദ അപ്പർ പോയിന്റ് ഈസ്, അപ്പർ ലെയർ ഈസ് കണക്റ്റഡ് ടു ദ മൂവിംഗ് പ്ലേറ്റ് ആൻഡ് ദ പ്ലേറ്റ് ഈസ് മൂവിംഗ് വിത്ത് ദ വെലോസിറ്റി u0. സോ ദ അപ്പർ ലെയർ ഹിയർ വിൽ ആൾസോ ഹാവ് ദ സെയിം വെലോസിറ്റി u0. So do you see a variation in the velocity as we go from bottom to top through the distance h? ഇല്ലേ, താഴെ നിന്ന് ആ പ്ലേറ്റ് വരെ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ യു ആർ മൂവിങ് ത്രൂ എ ഡിസ്റ്റൻസ് h and the velocity changes from 0 to u0. Velocity gradient is given by the difference in velocity by the distance perpendicular to the flow. So here the difference in the velocity will be equal to u0 minus 0 and the distance across that is called h. ഇപ്പോൾ വെലോസിറ്റി ഗ്രേഡിയന്റ്, അതായത് dV by dx എന്ന് നമ്മുടെ ഇക്വേഷനിൽ എഴുതുന്ന ഈ വെലോസിറ്റി ഗ്രേഡിയന്റ് അത് എന്തിന് ഈക്വൽ ആണ്? അത് u0 by h ന് ഈക്വൽ ആണ്. ഇതാണ് അത് ക്രാക്ക് ചെയ്യേണ്ട ഒറ്റ പോയിന്റ്. ഇത് ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ആൻസർ ആയല്ലോ. സോ ഹൗ ഡു വി റൈറ്റ് ദി ഇക്വേഷൻ? ദ ഫോഴ്സ് അഗെയിൻ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, ടാൻജൻഷ്യൽ ഏരിയ ആൻഡ് u0 ഡിവൈഡ് ബൈ h. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. So once you have this equation, answering the question will be very easy. What is it? The resistive force of the liquid on the plate is inversely proportional to h. Exactly. ഈ resistive force എന്തിന് proportional ആണ്? അത് inversely proportional to h. Option 1 correct. Resistive force is independent of area. Already നമ്മളിത് പറഞ്ഞു, അത് തെറ്റാണ്.
ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോർ ഏരിയ മോർ ഫോഴ്സ്, ലെസ് ഏരിയ ലെസ് ഫോഴ്സ്. ടാൻജൻഷ്യൽ ഷിയർ സ്ട്രെസ്. ടാൻജൻഷ്യൽ ലിക്വിഡിന് ഷിയർ സ്ട്രെസ് അപ്ലിക്കബിൾ അല്ല, പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു ഷിയർ കാണാൻ പറ്റും. കാരണം ഈ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പം അതിന്റെ താഴെയുള്ള ലിക്വിഡിന്റെ ഷേപ്പിന് എന്ത് മാറ്റം വരും നോക്കും. ഈ ഒരു ലിക്വിഡിന്റെ ഷേപ്പിന് എന്ത് മാറ്റം വരും? അതിങ്ങനെ ഫോർവേഡ് ഇങ്ങനെ ടിൽറ്റ് ആവും. because there is a shear stress acting. So the shear stress is given by F divided by A, and that is eta into U0 by H. Shear stress. Shear stress on the floor increases with U0. E stress directly proportional to U0 ആണ്. Option C is correct. Okay. മൂന്നാമത്തത്, tangential stress on the plate varies linearly with viscosity. That is also correct. The shear stress is proportional to eta and shear stress is proportional to U0. So both these options are correct. So നമുക്ക് ആൻസർ കിട്ടുന്നത് A, C, D ആണ്. Your answers are A, C, D. So you must be happy because ഈ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ആ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷന്റെ അപ്ലിക്കേഷൻ, എസ്പെഷ്യലി വെലോസിറ്റി ഗ്രേഡിയന്റ് കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഒരു ചെറിയ ഐഡിയ പറഞ്ഞോട്ടെ. സപ്പോസ് ദ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ഇൻ എ പൈപ്പ് ഓഫ് റേഡിയസ് R. ഇത് ഒരു പൈപ്പിലാണ് പോകുന്നത്, അതിന്റെ റേഡിയസ് R ആണ്. ഈ ഫ്ലോ സ്പീഡ് V, the flow speed is given as V, then what is velocity gradient? ഒരു പൈപ്പിലൂടെയാണ് ഫ്ലോ വരുന്നത്, അതിന്റെ സ്പീഡ് V ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എത്രയാണ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. യു ഷുഡ് നോ ദാറ്റ് നിയർ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ പൈപ്പ് velocity will be 0 and you get the maximum velocity at the center. So when you go from the edge to the center, velocity is changing from 0 to V. So the change in velocity എന്ന് പറയുന്നത്, അതായത് ഡെൽറ്റ V by ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് V minus 0. എന്തുകൊണ്ടാണ് V? സെന്ററിലാണ്, ആക്സിസിലാണ് മാക്സിമം സ്പീഡ് ഉണ്ടാവുന്നത്. എഡ്ജിലെ സ്പീഡ് 0 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ദ എഡ്ജ് ടു ദ സെന്റർ ഈസ് റേഡിയസ്. സോ അത് V by R ആയിരിക്കും. So this is how you calculate velocity gradient applicable in many IIT JEE kind of questions. അത് മനസ്സിലാക്കുക, അത് അപ്ലൈ ചെയ്യാൻ റെഡി ആയിരിക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. താങ്ക് യു സോ മച്ച്.